നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ശിഷ്യന്മാരുടെ ചോദ്യത്തിന് ഉത്തരം നൽകിക്കൊണ്ട് ശ്രദ്ധേയമായി പറഞ്ഞ ഏറ്റവും ഗൗരവമേറിയ വാക്കുകൾ, അത് തീപാറുന്ന വാക്കുകളാണ്. ആ വാക്കുകൾ ശ്രദ്ധിക്കുക. ചോദിച്ചു യേശുവിനോട് ശിഷ്യന്മാർ, ഗുരു, നിന്റെ വരവിനും ഈ യുഗത്തിൻ്റെ അവസാനത്തിനും അടയാളം എന്താണ്? കർത്താവ് പറഞ്ഞു, ആ നാളും നാഴികയും സംബന്ധിച്ച് എൻ്റെ പിതാവ് മാത്രമല്ലാതെ സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടി അറിയുന്നില്ല. എന്ന് പറഞ്ഞാൽ ആശയം ഇതാണ്: ദൈവത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യരുത്. അവിടുത്തെ ഇഷ്ടത്തിനകത്ത് വെച്ചിരിക്കുന്ന കാലങ്ങൾ നിന്റെ കാലഗണനയിലുള്ള കാലമല്ല, എൻ്റെ ദൈവത്തിൻ്റെ പരമാധികാരത്തിലുള്ള കാലമാണ്. നാം സേവിക്കുന്ന ദൈവം പരമാധികാരിയാണ് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി പറയണം, ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവം പരമാധികാരിയായ ദൈവമാണ്. അവിടുത്തെ പരമാധികാരത്തെ ചോദ്യം ചെയ്യരുത്. ഈ പ്രകൃതിയെ കൊണ്ട് മനുഷ്യന്റെ പാപത്തിന് കണക്ക് തീർക്കാൻ മടിക്കാഞ്ഞ ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, നിങ്ങൾക്കറിയുമോ ന്യൂ ഓർലിയൻസിനെ? അവിടെ എൻ്റെ ഒരു സ്നേഹിതൻ സംഭവം നടക്കുന്നതിന് മുൻപ് ഒരു മുറിയെടുക്കാനെത്തി. പക്ഷേ ഗേ ലെസ്ബിയൻ മ്ലേച്ഛതകൾ ചെയ്യുന്ന സ്ത്രീ പുരുഷന്മാർക്ക് വേണ്ടി പിറ്റേ ദിവസം രാവിലെ പട്ടണത്തിൻ്റെ കടൽ തീരത്ത് നടത്താനിരുന്ന ഒരു പ്രോഗ്രാമിൻ്റെ തലേ രാത്രിയിൽ ലോഡ്ജുകളും ഫുള്ളായിരുന്നു. എന്നാൽ അന്ന് രാത്രി ഒരു ചുഴലിക്കൊടുങ്കാറ്റ് കൊണ്ട് ആ മണ്ണിനോട് കണക്ക് തീർത്ത ദൈവം ആയിരങ്ങളുടെ ശവശരീരങ്ങൾ സ്രാവുകൾ കൂണായി മാറിയെങ്കിൽ ദൈവത്തിൻ്റെ കരം ഉയർന്നാൽ പ്രകൃതി ചലിക്കും, മനുഷ്യന് പിടിച്ചു നിർത്താൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ വിളിച്ചു പറയണം, ഞാൻ ഈ രാത്രി വിശ്വസിക്കുന്നു എൻ്റെ ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ. വേശ്യകളുടെ നഗരം എന്നറിയപ്പെടുന്ന ലൂസിയാന എവിടെ? എന്തിന്? ഗേ ലെസ്ബിയൻ മ്ലേച്ഛതകൾ പോലെ തത്തുല്യ മ്ലേച്ഛതകൾ ഉയർന്ന സൊദോം ഗൊമോറ ഇന്നെവിടെ? അഗ്നിഗന്ധകങ്ങൾ കത്തിയതിൻ്റെ അവശിഷ്ടമായി ഡെഡ് സീ ആയി പരന്നു കിടക്കുമ്പോൾ അത് നമ്മോട് വിളിച്ചു പറയുന്നു, ദൈവത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യരുത്. അക്യൂട്ടോ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രം എന്നറിയപ്പെടുന്ന എയ്ഡ്സ് ലോകത്തിൽ വ്യാപിച്ചു. ഇതെങ്ങനെയാണ് ഉത്ഭവിച്ചത് എന്നുള്ള അന്വേഷണത്തിന് മുൻപിൽ ആഫ്രിക്കയിൽ കുരങ്ങുകളിൽ ആരംഭിച്ച് മനുഷ്യ സമുദായത്തിൽ കയറിയ വൈറസാണ് എയ്ഡ്സ് എന്നാണ് ആദ്യം തെറ്റിദ്ധരിച്ചത്. എന്നാൽ അധികം താമസിക്കാതെ 18ഓളം കനേഡിയൻ യുവാക്കന്മാർക്ക് ഹെയ്ത്തി എന്ന സ്ഥലത്തു നിന്ന്, പ്രോട്ടോപ്രിസ് തലസ്ഥാനമാക്കിയ ഹെയ്ത്തി എന്ന സ്ഥലത്ത് നിന്ന് ഇത് ലഭിച്ചപ്പോൾ ഇതിന് ഉത്ഭവസ്ഥാനം മനസ്സിലായി, ഹെയ്ത്തിയാണെന്ന്. നിങ്ങൾക്കറിയാമോ, നമ്മളൊരു ചൊവ്വാഴ്ച ഗാഠമായി ഉറങ്ങിയപ്പോൾ എൻ്റെ ദൈവം ഹെയ്ത്തിയെ ഒന്ന് പിടിച്ചു കുലുക്കി. 60,000 പേരെ കൂട്ടിയിട്ട് നടത്തിയ ശവമടക്കിൽ ഹെയ്ത്തിയുടെ പ്രധാനമന്ത്രി അലറിക്കരഞ്ഞു, ഹെയ്ത്തിയെ, നിന്നിൽ പാപമുണ്ടെങ്കിൽ നിന്റെ പുറകിൽ സ്വർഗത്തിൻ്റെ തീ വരുന്നുണ്ട് എന്ന് വിളിച്ചു പറയാൻ വിളിക്കപ്പെട്ട ദൈവമക്കൾ ഈ രാത്രി ഒരിക്കൽ കൂടെ പറയുന്നു, അരുത്, ദൈവത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യരുത്. ജീവിക്കുന്ന ദൈവം ഇതിന് മുകളിൽ കാര്യങ്ങളെ ഭരിക്കുന്നുണ്ട്, അവൻ അറിയാതെ ഇവിടെ ഒന്നും സംഭവിക്കയില്ല എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ശബ്ദമുയർത്തി പറയണം, ഇതിന്റെ പുറകിൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നു. അവിടുത്തെ പരമാധികാരത്തിന് നീ വിരൽ ചൂണ്ടരുത്. രണ്ടാമത്തെ ചിന്ത, നോയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിലും ആകും. മുന്നറിയിപ്പ് അവഗണിക്കുന്ന തലമുറയ്ക്ക് അനർത്ഥം കൺമുൻപിലുണ്ട്. നിങ്ങളുടെ കരമൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം. എന്താ ഞാൻ പറഞ്ഞേ? മുന്നറിയിപ്പ് അവഗണിക്കുന്ന തലമുറയ്ക്ക് അനർത്ഥം മുൻപിലുണ്ട്. നിങ്ങൾ ഇന്ന് രാത്രി കേൾക്കണം, മുന്നറിയിപ്പ് ഇവിടെ മുഴങ്ങുകയാണ്. സ്തോത്രം. മുന്നറിയിപ്പ് കേട്ട് വരവിനായി ഒരുങ്ങുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ വന്നിരുന്നെങ്കിൽ, ഞാൻ പറയട്ടെ, വടകരയിൽ
ഒരു ശാസ്ത്രജ്ഞൻ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാത്രയ്ക്ക് പെട്ടെന്ന് അദ്ദേഹം ചാടിക്കയറി ട്രെയിനിന്റെ ചങ്ങല വലിച്ചു. അടുത്ത് വന്ന് ചോദിച്ചു, അങ്ങ് എന്തിനാ ചങ്ങല വലിച്ചേ? അപ്പോൾ ഈ ട്രെയിനിൽ ഒരു 500 മീറ്റർ അപ്പുറത്ത് ആരോ തകർത്തിട്ടിരിക്കുന്നു എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. അവർ നടത്തിയിട്ട് തിരിച്ചു വന്ന് പറഞ്ഞു, സത്യം, തൊട്ടു മുൻപിൽ വനത്തിനകത്ത് പാളം തകർത്തിട്ടിരിക്കുന്നു വിപ്ലവകാരികൾ. ചോദിച്ചു, എങ്ങനെ മനസ്സിലായി ഈ പാളം തകർത്തിട്ടിരിക്കുകയാണെന്ന്? അദ്ദേഹം പറഞ്ഞു, മറുപടി കേൾക്കണോ? പാളത്തിലൂടെ ട്രെയിൻ ഓടി വരുമ്പോൾ ചുക് 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 എന്ന് അതെ ശബ്ദിക്കുന്ന ആ ശബ്ദം കേവലം ഇഞ്ചന്റെ ശബ്ദം മാത്രമല്ല, താളവും ഇഞ്ചനും തമ്മിലുള്ള പാളത്തിന്റെ അലൈൻമെന്റിന്റെ ശബ്ദമാണ്. എപ്പോൾ പാളം തകരുമോ അപ്പോൾ താളം മാറും. ഇത് മനസ്സിലാക്കിയ ഞാൻ ചില മിനിറ്റുകളായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇഞ്ചന്റെ പാളവുമായിട്ടുള്ള താളം മാറി മാറി വരുന്നു. പാളം തകർന്നിട്ടുണ്ട്. പാളവും താളവും പറയാനല്ല ഞാൻ വന്നത്. എൻ്റെ മുൻപിലിരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ, ഈ യുഗത്തിൻ്റെ സന്ധ്യയിൽ നടക്കുമെന്ന് ദൈവവചനം അരുളി ചെയ്തിരിക്കുന്ന പ്രവചന നിയോഗങ്ങളെ ആത്മാവിൽ കണ്ടിട്ട് പറയണം, ഇത് നിവർത്തിക്കപ്പെടാൻ ചരിത്രം ഒരുങ്ങുമ്പോൾ ഞങ്ങളൊരു കാര്യം ഉറപ്പായി മനസ്സിലാക്കുന്നു, ഈ പ്രവചന നിറവേറലിന്റെ കാലം അടുത്തു വരികയാണ്. എൻ്റെ യേശുവിൻ്റെ മടങ്ങി വരവ് അടുക്കൽ വാതുക്കൽ തന്നെ ആയിരിക്കുന്നു. പ്രത്യാശ നിറഞ്ഞ ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദം ഉയർത്തി വിളിച്ചു പറയണം, യേശുവേ നീ വന്നിരുന്നെങ്കിൽ അവിടുത്തെ വരവിനായി ഞാൻ കൊതിക്കുന്നു എന്ന് പറയുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്. എന്തിനേറെ പ്രകൃതിയുടെ താളം മാറുകയാണ്, കാലാവസ്ഥയുടെ ചൂട് അധികരിക്കുകയാണ്, സൂര്യതാപം പ്രകൃതിയിൽ വർദ്ധിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. മധ്യപൂർവ്വ പ്രദേശം ഒരു മഹായുദ്ധത്തിന് സജ്ജമാകുകയാണ്. ഇതിന് നടുവിൽ ജീവൻ പ്രാപിച്ച ദൈവമക്കൾ ഉറപ്പായി വിശ്വസിക്കുന്നു, പ്രവചന മുന്നറിയിപ്പുകൾ അവഗണിക്കരുത്. യേശുവിന്റെ മടങ്ങി വരവ് അടുക്കൽ വാതുക്കൽ തന്നെ. സംഭവങ്ങൾ അത് അന്ത്യഗതിയിലേക്ക് നീങ്ങുകയാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഇന്ന് രാത്രി പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അന്ന് 2 പേർ ഒരു കിടക്കയിൽ വിശ്രമിക്കും. ഒരാളെ കൈക്കൊള്ളും, മറ്റൊരാൾ കൈവിടപ്പെടും. അന്ന് 2 പേർ ഒരു വയലിലായിരിക്കും. ഒരാളെ കൈക്കൊള്ളും, മറ്റൊരാൾ കൈവിടപ്പെടും. 2 പേർ ഒരു തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും. ഒരാളെ കൈവിടും, മറ്റൊരാളിനെ കൈക്കൊള്ളും. നിങ്ങളുടെ കർത്താവ് ഏതു നേരത്ത് വരുന്നു എന്ന് നിങ്ങൾ അറിയായികയാൽ ഉണർന്നിരിപ്പീൻ. കരമുയർത്തി ദൈവത്തിന് മഹത്വം അർപ്പിച്ചേ. ഒരിക്കൽ കൂടെ ശക്തിയോടെ